നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസപ്പടി കേസിൽ ഇ ഡിയുടെയും SFIOയുടെയും അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി പുത്രി വീണയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. വീണയ്ക്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട്, ആ അക്കൗണ്ടിലേക്ക് SNC ലാവലിൻ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും കോടികൾ എത്തി. ഈ അക്കൗണ്ടിലൂടെ വൻ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുമുണ്ട്. വെളിപ്പെടുത്തലുകൾ ഗുരുതരമാണ്. അതിൻ്റെ ആധികാരികത നമുക്ക് പരിശോധിക്കാം. പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, BJP വക്താവ് സന്ദീപ് ജി വാര്യ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. സന്ദീപ് വാര്യ, ഈ വെളിപ്പെടുത്തലിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ സീരിയസ് നേച്ചറിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് ഷോൺ ജോർജ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയായിരുന്നു നേരത്തെയും ഇതിന്റെ പരാതിക്കാരൻ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി തീവെട്ടിക്കൊള്ളകളിലേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കേരളത്തിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കുടുംബത്തിന് കൈക്കൂലിയായി ലഭിച്ചു എന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്, മുഖ്യമന്ത്രിയുടെ മകളുടെ വിദേശ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ, അതും സംശയാസ്പദമായിട്ടുള്ള, കേരളം എപ്പോഴും നിഴലിൽ നിർത്തിയിട്ടുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിന്റെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം വെളിപ്പെടുത്തേണ്ടത് CPM-ഉം മുഖ്യമന്ത്രിയും തന്നെയാണ്. നോക്കൂ, SNC ലാവലിനും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഒക്കെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനയാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടത്, ഇതിൽ എന്താണ് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. പക്ഷെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും മൗനത്തിന്റെ വാൽമീകത്തിൽ ആണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം നേരിട്ട് മുഖ്യമന്ത്രി കുടുംബത്തിലേക്ക് എത്തിയിട്ടും ഈ നിമിഷം വരെ അക്കാര്യത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബമോ തയ്യാറായിട്ടില്ല എന്നുള്ളത് സംശയം വർദ്ധിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ ഇക്കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് SNC ലാവലിനുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾക്ക് പാത്രീഭൂതനായിട്ടുള്ള ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കോടതിയിൽ വ്യവഹാരങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് SNC ലാവലിന്റെ പേര്, ആ മസാല ബോണ്ട് വിഷയം ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത് ഞാനാണ്. അന്ന് തന്നെ ഞാൻ അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. CDPQ എന്ന് പറയുന്ന കനേഡിയൻ പെൻഷൻ കമ്പനിയുമായി SNC ലാവലിനുള്ള ബന്ധം, SNC ലാവലിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള CDPQ എങ്ങനെയാണ് മസാല ബോണ്ട് വാങ്ങിയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തിനാണ് SNC ലാവലിൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുക്കുന്നത്? എന്ത് സേവനമാണ് SNC ലാവലിന് എക്സാലോജി കമ്പനി നൽകിയിട്ടുള്ളത്? എന്ത് സേവനമാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് എക്സാലോജിക്ക് നൽകുന്നത്, മുഖ്യമന്ത്രി മകൾ നൽകുന്നത്? എന്തിനാണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി മകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്? ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കട്ടെ. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തേണ്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗനം, ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ വലിയ മൗനമുണ്ടല്ലോ, ആ മൗനം തന്നെ അവരുടെ കൈകൾ പരിശുദ്ധമല്ല, അവരുടെ മടിയിൽ കനമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. യെസ് റെജി, മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്നല്ല, കാശുള്ള ആർക്കും വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. അതിൽ അസാധാരണമായിട്ട് ഒന്നുമില്ല. പക്ഷെ നേരത്തെ സന്ദീപ് ചോദിച്ചതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക്, ഈ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക്, അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് എങ്ങനെ SNC ലാവലിനും അതുപോലെ PWCയും കോടികൾ അവിടേക്ക് അയച്ചു എന്നുള്ളതല്ലേ വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടതാണ്? BJPയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ പിതാവ് PC ജോർജ് BJPയുടെ ഒരു നേതൃനിരയിലുള്ള രണ്ട് വ്യക്തികളാണ്. BJPക്ക് പോലും അപമാനമായിരിക്കുന്ന ഒരു നാണക്കേട് തോന്നിയ ആരോടെന്ന് അദ്ദേഹം പുറത്തു കൊണ്ടിരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്ദീപാന്റെ ചർച്ചയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം സാധാരണ രീതിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകര്, നേതാക്കന്മാർ ഒരു ആരോപണമായിട്ട് മുന്നിൽ വരുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഒരു തുണ്ടുകടലാസെങ്കിലും കാണിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ, ജനൻ TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ സാന്നിധ്യം നടത്തിയ ഈ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ചോദിച്ചു, നിങ്ങളുടെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, തെളിവുകളൊന്നും എനിക്കിത് ഹാജരാക്കാൻ പറ്റത്തില്ല, അത് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ രീതിയിൽ
കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും സാധിക്കും. വെറുതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഒറ്റയടിക്ക് 3 പിന്നെ അമട്ടുകൾ അദ്ദേഹം പൊട്ടിച്ചത്. പക്ഷെ TTP, അതായത് ഒന്ന് ലാവലിൻ, ഒന്ന് നമ്മുടെ പിന്നെ പണം കടമെടുപ്പ് എടുത്തതായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന കൺസൾട്ടൻസി, ഇന്റർനാഷണൽ കൺസൾട്ടിയെ കുറിച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനിലിനോട്, ഒറ്റ കാര്യത്തിനോട് പറഞ്ഞാൽ 1995 ആണ് ഈ കരാറിന്റെ ഓഗസ്റ്റ് 10 ഈ ലാവലിൻ കരാറിന്റെ പ്രാഥമിക കരാറിൽ ഏർപ്പെടുന്നത്. അന്ന് മന്ത്രി G. കാർത്തികനായിരുന്നു. തൊട്ടടുത്ത വർഷം 1996 ഫെബ്രുവരി മാസത്തിൽ അതിന്റെ അന്തിമ കരാർ ഇട്ടു. ഇപ്പൊ 28-29 വർഷമായി നടന്നിട്ട്. അതിനുശേഷം വന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ പറയുന്ന പിന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയാകുന്നത്. 2.5 വർഷമേ അദ്ദേഹം മന്ത്രിയായിരുന്നുള്ളൂ. ബാക്കി അതിനുശേഷം ചടയം ഗോവിന്ദന്റെ ഭരണത്തോടനുബന്ധിച്ച് വീണ്ടും അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി ആവുകയായത്. ഈ 2.5 വർഷക്കാലത്തിന് ശേഷവും അതിനു മുമ്പും ഏതാണ്ട് 5 മന്ത്രിമാരുടെ കാലയളവിലാണ്, വൈദ്യുതി മന്ത്രിമാരുടെ കാലയളവിലാണ് ഈ പറയുന്ന ഈ പിന്നെ ലാവലിൻ എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന ഈ വൈദ്യുതി നിലയങ്ങളുടെ മെയിൻ്റനൻസ് പൂർത്തീകരിക്കുന്നത്. ഇത് തന്നെയല്ല, അതിനുശേഷം വന്ന പിന്നെ AK ആന്റണിയുടെ മന്ത്രിസഭയുടെ കാലത്താണ് പിന്നെ ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ തീർക്കാനുള്ള ശ്രമം നടക്കുന്നത്. പിന്നീട് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന്റെ മുഴുവൻ പൈസ കൊടുത്തുവിട്ടത്. ഈ കാലയളവിലൊന്നും ഈ പറയുന്ന പിന്നെ വീണ ജോറി എന്ന് പറഞ്ഞ വ്യക്തി സ്കൂളുകളിലും കോളേജുകളിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് എന്ന് എനിക്ക് തോന്നുന്നത് 95 എന്ന് പറയുന്നത്. അതിനുശേഷം അവർ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. അന്നൊന്നും അവരൊരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ സ്വന്തമായ ഒരു സ്ഥാപനം ഇല്ല. നിങ്ങളിപ്പോ ഈ പറയുന്ന 2006 പിന്നെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ മറ്റു സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും CBIക്ക് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത പിന്നെ എടുത്ത നിലപാട് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്, അത് തൃപ്തികരാണെന്ന് പറഞ്ഞു. 1 മാസത്തിന് ശേഷം പിന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇത് CBIക്ക് റഫർ ചെയ്യുന്നു. അങ്ങനെ CBI ഏറ്റെടുക്കുന്നു. CBI ഏറ്റെടുത്തതിന് ശേഷം 3 വർഷക്കാലത്തെ അന്വേഷണത്തിന് ശേഷം CBI കോടതിയിൽ അവര് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതിനകത്ത് പറഞ്ഞത് എന്താ? അതിനകത്ത് യാതൊരു തെളിവുമില്ലാണ്ട് CBI കോടതി തള്ളിക്കളഞ്ഞു. 2016 പിന്നെ ഇലക്ഷന് 3 മാസങ്ങൾക്ക് മുമ്പ് അന്നും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇത് പിണറായി വിജയന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും പിണറായി വിജയനെ തകർക്കാനായിട്ടുള്ള ചൂടായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നാളവഴികളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, എന്ത് ബാലിശമായിട്ടുള്ള വാദമാണ് റെജി താങ്കൾ ഉന്നയിക്കുന്നത്? അച്ഛൻ കമ്മീഷൻ അടിക്കുമ്പോൾ മോള് കുട്ടിയായിരുന്നു, സ്കൂളിൽ പഠിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ആ കമ്പനിയിലേക്ക് എങ്ങനെ SNC ലെവലിൽ നിന്നും പണം വന്നു? ബാലിശമല്ലേ? ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ വീണ വിജയന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അബുദാബി കമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. വീണയ്ക്കും വീണയുടെ മുൻ ഭർത്താവിനുമാണ് അക്കൗണ്ട്. അവരാണ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. അവിടേക്ക് SNC ലെവലിൽ നിന്ന് പണം വരുന്നു. എന്ത് സേവനമാണ് വീണയുടെ കമ്പനി എക്സാലോജിക്ക് SNC ലാബിന് നൽകിയത്? എന്ത് സേവനമാണ് PWCക്ക് നൽകിയത്? നോക്കൂ, ഈ കമ്പനികളെല്ലാം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. രജിക്ക് ഒരു പക്ഷേ ഈ വേദിയിൽ അതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല, പരിമിതികളുണ്ട്. പക്ഷേ എന്ത് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പണം അയച്ചു കൊടുത്തിരിക്കുന്നത്? അതല്ലേ പ്രധാനമായിട്ട് കാണേണ്ടത്. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ? നോക്കൂ, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു ഷെൽ കമ്പനി, അതൊരു IT സ്ഥാപനം എന്നൊക്കെയാണ് പറയുന്നത്. ആ സ്ഥാപനം ഇവിടെ തന്നെ നേരത്തെ ഷോൺ തന്നെ നൽകിയ പരാതി SFIO അതിൽ അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ കർത്തയുടെ സ്ഥാപനത്തിൽ നിന്നും ഒരു സേവനവുമില്ലാതെ, അത് ഞങ്ങളാരും പറഞ്ഞതല്ല, കർത്ത തന്നെ പറഞ്ഞതാണ്, കർത്തയുടെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതാണ്. ഒരു സേവനവും ഞങ്ങൾക്ക് എക്സാലോജിക്കിൽ നിന്ന് കിട്ടിയില്ല, പക്ഷേ 1,72,00,000 രൂപ നൽകി. 1,72,00,000 അല്ല, വലിയ വലിയ തുകകൾ മറഞ്ഞിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലൂടെ. അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതാണ്. അതിനാണല്ലോ അന്വേഷണം. പക്ഷേ എങ്ങനെ ഈ പണം SNC ലാവലിൻ പോലുള്ള സ്ഥാപനത്തിൽ നിന്ന്, PWC പോലുള്ള സ്ഥാപനത്തിൽ നിന്ന് വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നു? എന്ത് സേവനമാണ് നൽകിയത്? അതല്ലേ നമ്മൾ വളരെ ഗുരുതരമായിട്ട് കാണേണ്ടത്. ഞാനത് പൂർത്തീകരിക്കട്ടെ. ഈ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ വെറുതെ സമയം കളയലുള്ളൂ. ഞാൻ ഇത്രയും നേരം ഉന്നയിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡേറ്റ് പോലും മാറിയിട്ടുണ്ടെങ്കിൽ അനിലിന് ബാലിശം എന്ന് പറയാം. ബാലിശം എന്ന പദങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അനിലിന് ഈ ചർച്ച പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം അസംബന്ധവും ഇവിടെ ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് ഈ ചർച്ച പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഷോണിനോട് ചോദിക്കാം. അല്ല, ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ, എനിക്ക് അതിനുള്ള അവകാശമില്ലേ? ഇത് കേൾക്കൂ. അതായത് യാതൊരു തെളിവും ഇല്ലാതെ കണ്ട് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ഷോൺ പറയുന്നത് എന്താ? അത് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ അന്വേഷണ ഏജൻസിയിൽ
കണ്ടുപിടിക്കാനാണെന്നുണ്ട് ഇവിടെ ആർക്കെതിരെ എന്തും പറയാമല്ലോ. ഇനി വീണ ജോർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളല്ലേ. വീണ ജോർജ് ജനിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് അവരുടെ തലയിൽ കെട്ടിവെക്കുക എന്ന് വീണ ജോർജ് അല്ല, വീണ വിജയൻ. അതുകൊണ്ട് വീണ വിജയൻ, ക്ഷമിക്കണം, വീണ വിജയൻ, അത് വായുന്നൊരു തെറ്റാണ്. ഈ ജോർജ് എന്നുള്ള വാക്കുകൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു പോയതാ. ഞാൻ ചോദിക്കുന്നതിന് കാരണം പറയട്ടെ, നിങ്ങള് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ ബാത്തി കുഴൽനാടൻ MLA ഈയിടെ വിജിലൻസ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവം എന്താണ് നമുക്ക് വ്യക്തമായിട്ടറിയാമല്ലോ. അദ്ദേഹം പിന്നെ CMR-ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കള്ള പരാതിയായിട്ട് വിജിലൻസ് കോടതി പോയി. കോടതി എടുത്ത് ചവിറ്റോട്ടായിട്ടൊന്നും തന്നെയല്ല കൊടുത്ത് താക്കീത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ പറയുന്ന ലാവ്ലിൻ കേസ് ഹൈക്കോടതി തള്ളി. ഈ മുഖ്യമന്ത്രി ആയിരുന്ന 2016 ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് പിണറായി വിജയനെ താർക്കാൻ ശ്രമിച്ചപ്പോൾ അത് CBI കോടതി തള്ളിയത്, അത് എഴുതി തള്ളിയതാണ്. FIR പോലും ഇടാനുള്ള തെളിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് 2016 റീഓപ്പൺ ചെയ്ത് ഹൈക്കോടതി തള്ളി. ഇപ്പോഴാ കേസ് സുപ്രീം കോടതി ഇരിക്കുക. ഈ സമയത്തൊന്നും എക്സാലോജിക് എന്ന് പറയുന്ന സാധനം വീണ ജോർജ് ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടില്ല. ക്ഷമിക്കണം, വീണ വിജയൻ ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടില്ല. വീണ വിജയന്റെ എക്സാലോജിക്ക് അതിന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 2000 ആ കമ്പനി വൈൻഡപ്പ് ചെയ്തു. അത് ആ കമ്പനി തന്നെ നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന 2006 മുഴുവൻ പൈസയും മേടിച്ച് UDF സർക്കാരിന്റെ കാലത്ത് പണിയും പൂർത്തീകരിച്ചു പോയ ലാവ്ലിൻ 18 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നത്? ആ ഒരൊറ്റ യുക്തി മാത്രം ഒന്ന് ആലോചിച്ചാൽ പോലെ. ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ തെളിവ് ഹാജരാക്കും. ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് തെളിവ് വേണം റിജി, തെളിവ് വേണം. പക്ഷേ ഇപ്പോൾ ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷനാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണം SFIO നടത്തിക്കൊണ്ടിരിക്കുന്നു, ED നടത്തിക്കൊണ്ടിരിക്കുന്നു. ഷോൺ ജോർജ് ഈ 2 ഏജൻസികൾക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഷോണ് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് റിലയബിൾ സോഴ്സിൽ നിന്ന് എനിക്ക് ഈ വിവരങ്ങൾ കിട്ടി, അത് ഞാനിത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലാണ് ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. കുട്ടിക്കളിയല്ല, കുട്ടിക്കളിയല്ല ഇത്. ഒറ്റ വാചകം പറയട്ടെ, അതിലൊരു മാധ്യമപ്രവർത്തനം, എത്രയോ സീനിയർ മോസ്റ്റായിട്ടുള്ള മാധ്യമപ്രവർത്തന, എത്രയോ അധികാരിമാരെ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നു. സൂര്യ TV മുതൽ ഇങ്ങോട്ട് വന്ന് ഏതാണ്ട് 10-30 വർഷക്കാലം നിങ്ങൾ മാധ്യമപ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പ്രിയപ്പെട്ട ഷോൺ ജോർജ് ഇന്ന് ആ പത്രസമ്മേളനത്തിലൂടെ മാധ്യമപ്രവർത്തകരെ പോലും എളിപ്പിലാക്കുമല്ലേ ഇത്? താങ്കൾ ഒരു പത്രസമ്മേളനത്തെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തെളിവാണ് ഇതിനകത്ത് ഹാജരാക്കാനുള്ളത്? ഞങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും കടലാസ് ഉണ്ടെന്ന് ചോദിക്കല്ലേ? അത് ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് ഷോൺ ജോർജ് കൊടുത്ത മറുപടി എന്താ? അത് അന്വേഷണ ഏജൻസികൾ പിന്നെ തെളിവ് ഹാജരാക്കേണ്ടത്. എന്തൊരു ആരോപണം ഇത്! അപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടും ഇത്തരം ചർച്ചകളിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട ഷോൺ ജോർജിന്റെ ഒരു വലിയ നാടകമായിരുന്നു നടത്തിയത്. വാസ്തവമാണ് ഇത് കേരളം തിരിച്ചറിയണം. ഞാൻ ആവർത്തിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം നിർത്തിയിട്ട് ഇപ്പൊ ഏതാണ്ട് 4 വർഷക്കാലത്തോളമായി. അത് തന്നെയല്ല, ഷോൺ ജോർജിന്റെ ആരോപണം എന്ന് വെച്ചാൽ അതീവ ഗുരുതരമായ വ്യക്തിഗതയുടെ ആരോപണ. 10 വർഷങ്ങൾക്ക് മുമ്പേ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് സൗഹൃദപരമായിട്ട് പിരിഞ്ഞ ഒരു വ്യക്തിയെയും അവരും തമ്മിൽ ഇപ്പോഴും പിന്നെ എവിടെ അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് ഇപ്പോഴും ഫണ്ട് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ സാമാന്യ ബുദ്ധിയെ പത്രപ്രവർത്തനം മാറ്റി നിർത്തും. അവർ ബുദ്ധിയുള്ളവരായിരിക്കാം. സാമാന്യ മര്യാദയെ പോലും ചോദ്യം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഷോൺ ജോർജ് ഇതിനു മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഷോൺ ജോർജിന് ഒരു ചെറിയ കടലാസെങ്കിലും ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അബുദാബിയിൽ ഒരു മാധ്യമ ഒരു ബാങ്കിലേക്ക് ഉച്ചരിക്കുമ്പോൾ ഇതേ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വീണ തൈക്കണ്ടിയുടെ വ്യക്തിത്വത്തിനെ പോലും ഭംഗം വരുത്തക്ക രീതിയിൽ ഒരു യുവതി തന്റെ സ്വാതന്ത്ര്യവും തന്റെ എല്ലാ പൗരാവകാശങ്ങൾക്കും സംരക്ഷിക്കാനുള്ള ഭരണാവകാശമുള്ള ഒരു സ്ത്രീയെ ഈ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടുന്നു, ഒരു റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്നു, സ്വാഭാവികമായി അത് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറും. അതല്ലേ ഉത്തരവാദപ്പെട്ട ഒരു പൗരൻ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് വെക്കുകയാണ്, ഹൈക്കോടതിയുടെ മുന്നിൽ വെക്കുകയാണ്. മാത്രമല്ല ഈ 2 ഏജൻസികൾക്കും SFIOയ്ക്കും അതുപോലെ EDക്കും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ജോലി അവസാനിച്ചു. അല്ലാതെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഷോൺ ജോർജ് അല്ല. ഇനി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തട്ടെ. ഇനി ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ, ഷോൺ തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെന്ന്. എത്ര ആരോപണങ്ങൾ വെച്ചു അറിയാലോ. സ്വപ്ന സുരേഷ് കൃത്യമായിട്ട് നേരെ തന്നെ ഞങ്ങൾക്ക് തന്നെ അനുവദിച്ച ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിദേശത്ത് മുഖ്യമന്ത്രിക്ക് ബിസിനസ് ഉണ്ട്,
മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബിസിനസ്സുണ്ട്, മകന് ബിസിനസ്സുണ്ട്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടൊന്നും ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ലല്ലോ. അവിടെയും ഈ മൗനം തുടരുകയാണല്ലോ. ഇങ്ങനെ മൗനം തുടരുന്നത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഇവർ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ഇത്രയും മണിക്കൂറുകളായി. വീണ വിജയന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാം, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാം. എനിക്ക് അവിടെ ഇല്ല, ഇത് തെറ്റായ വാർത്തയാണ്. എന്തുകൊണ്ട് ഇപ്പോഴും മൗനം ഭജിക്കുന്നു? വൈ? ആരോപണം ഉന്നയിച്ചാണല്ലോ തെളിയിക്കേണ്ടത്. എന്റെ അനിൽ ഈ രീതിയിലുള്ള ചോദ്യമാണ് എന്നോട് അല്ല സന്ദീപ്, ഞാനിപ്പോ വരാം. ഒരു സെക്കൻഡ്, ഒറ്റ ചോദ്യം. അല്ല, ഞാൻ ഈ വിഷയത്തിൽ ഞാൻ റജിയോട് യോജിക്കുകയാണോ? അത് റജിയെ ഭാഗ്യമായിട്ട് യോജിക്കുകയാണ്. കാരണം റജി പറഞ്ഞൊരു കാര്യം, ഇന്ന് ഷോൺ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് 10 വർഷക്കാലം മുമ്പ് പിരിഞ്ഞ ഒരു ദമ്പതികളെ കുറിച്ച് ഉന്നയിച്ച ആക്ഷേപമാണെന്നും അത് അവരുടെ വീണയ്ക്ക് അങ്ങേയറ്റം വ്യക്തിഹത്യ ഉണ്ടാക്കുന്നതാണെന്നും അവരുടെ ഇമേജിനെ ബാധിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അഴിമതിക്കാരനാണെന്ന് കേരള പൊതുസമൂഹത്തിന് ധാരണ കൊടുക്കുന്നതാണെന്നുള്ള റജിയുടെ വാചകങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. പൂർണ്ണമായിട്ട് ശരിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ വീണ വിജയനോ വന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടാ? ഷോൺ ജോർജ് പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, അത് പൂർണ്ണമായും തെറ്റാണ്, ഷോൺ ജോർജിനെതിരെ ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കും എന്ന് എന്തേ പറയാൻ ധൈര്യപ്പെടാത്തത്? എന്തുകൊണ്ട് പറയാം? ഒന്ന് രണ്ടാമത്തെ കാര്യം പറയട്ടെ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം SNC ലാവലിന്റെ കാര്യം പറഞ്ഞു. SNC ലാവലിൻ നേരത്തെ വൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ടിരുന്നപ്പോഴത്തെ അഴിമതിയുടെ കാര്യമല്ല ഷോണ് പറഞ്ഞത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളപ്പലിശയ്ക്ക് SNC ലാവലിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള CDPQ മസാല ബോണ്ട് വിറ്റ് 9.4% നിങ്ങൾ പണം കടമെടുത്ത സമയത്ത് ഉണ്ടായ അഴിമതി സംബന്ധിച്ച് ആ അഴിമതിയുടെ പങ്ക് വീണ വിജയന് കൈപ്പറ്റിയെന്ന സംശയമോ അല്ലെങ്കിൽ ബലമായിട്ടുള്ള തെളിവുകളോ ആണെന്ന് ഷോൺ ജോർജ് പുറത്തു പറഞ്ഞ കാര്യം. മൂന്നാമത്തെ കാര്യം, ഷോൺ ജോർജ് എന്തുകൊണ്ട് ബാങ്ക് രേഖകൾ പുറത്തുവിട്ടില്ല എന്ന് ചോദിക്കുന്നു. എനിക്ക് വലിയ അത്ഭുതമാണ്. റജിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയുന്നയാളാണ്, അറിഞ്ഞുകൊണ്ട് അറിയില്ലായ്മ നടിക്കുകയാണ്. എനിക്ക് ശരിക്കറിയാം. കാരണം ബാങ്ക് രേഖകൾ ഒരാളുടെ സ്വകാര്യ രേഖകളാണ്. അതൊരാൾക്ക് ഒരു പത്രസമ്മേളനത്തിൽ പുറത്തുവിടാൻ സാധിക്കില്ല. അത് അന്വേഷണ ഏജൻസികളാണ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത്. വിവരങ്ങൾ കിട്ടിയാൽ അതിൽ അന്വേഷണ ഏജൻസി കൈമാറാൻ പുറത്ത് പറയാമെന്നല്ലാതെ ആ രേഖകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വകാര്യതയെ ലംഘിക്കുന്നതായതുകൊണ്ട് ഷോൺ ജോർജിനെതിരായിട്ടുള്ള കേസ് വരുമെന്ന് ഒരു അഭിഭാഷകനായിട്ടുള്ള ഷോൺ ജോർജിനെ മറ്റാരെങ്കിലും പഠിപ്പിക്കണോ? അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇവിടെ എന്റെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കാമായിരുന്നല്ലോ. CPM-ന് എന്തെങ്കിലും പിണറായി വിജയൻ പറയേണ്ട, അല്ലെങ്കിൽ വീണ വിജയൻ പറയേണ്ട, ആ ജെയ്ക്കിനെങ്കിലും വിട്ടിട്ട്, ജെയ്ക്ക് തോമസിനെങ്കിലും വിട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നൊന്നൊരു അരവാക്കൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എന്തേ CPM-ന് കഴിയാതെ പോകുന്നു? മുഖ്യമന്ത്രിക്ക് നേരെയല്ല ആക്ഷേപമുള്ളത്. ഞാൻ മറുപടി പറയട്ടെ. ഒരു നിമിഷം ഞാനൊന്ന് ഷോണിലേക്ക് പോയിക്കോട്ടെ. ഒരു നിമിഷം ഷോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഷോണിന്റെ വാർത്താ സമ്മേളനം കണ്ടു. മുഖ്യമന്ത്രിയുടെ മകൾക്കും മുൻ ഭർത്താവെന്ന് ഷോൺ പറഞ്ഞിട്ടില്ല, മുൻ ബന്ധു എന്ന നിലയിലെ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളൂ. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ആർക്കും തുടങ്ങാം, അതിൽ അസാധാരണമായിട്ടൊന്നുമില്ല. പക്ഷേ ആ അക്കൗണ്ടിൽ കോടികളെത്തി, ആ അക്കൗണ്ട് വഴി കോടികൾ അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നതൊക്കെ അതീവ ഗൗരവത്തോടെ നോക്കിക്കാണാനാവും. പണം എത്തിയതാ SNC ലാവലിൻ, PWC തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് ആണെന്നറിയുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുകയാണ്. ഈ അക്കൗണ്ട് ആധികാരികമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളൊന്നും ഷോൺ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് സന്ദീപ് ഇപ്പോൾ വിശദീകരിച്ചു. റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടിയ വാർത്ത പുറത്തു വിടുന്നു എന്ന് മാത്രമേ ഷോൺ പറഞ്ഞുള്ളൂ. ഇപ്പോൾ റെജി ഇവിടെ ആയുധമാക്കുന്നതും അതാണ്. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഷോൺ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. ഷോൺ, ഈ റിലയബിൾ സോഴ്സ് അത് പൂർണ്ണമായും വിശ്വസിക്കാമോ, അതോ നാളെ വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുമോ? എനിക്ക് മുമ്പ് സംസാരിച്ച സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇടതുപക്ഷ ഈ കോ പാനലിസ്റ്റിനോട് പറയാനുണ്ട്. കാരണം ഒന്ന്, ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയാണ്. സ്വാഭാവികമായും ആ ആരോപണത്തിന്റെ മൂർച്ച എന്താണെന്നും അതിന്റെ ഗൗരവം എന്താണെന്നും ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ട് 8 മണിക്കൂറായി. അതുകൂടാതെ ഇന്ന് രാവിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഇത് സംബന്ധിച്ച് വാർത്ത വന്നു. നാളെ ഈ നിമിഷം വരെയും ഈ 8 മണിക്കൂറിനിടയിൽ എവിടെയെങ്കിലും
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് എടുക്കാമല്ലോ എനിക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലായിരുന്നു. ഏതെങ്കിലും തരത്തില് ഞാന് ഒരു സ്ത്രീ, വീണ ഒരു സ്ത്രീ കൂടെയാണ്. അപ്പൊ ആ സ്ത്രീക്ക് ആ പുള്ളിക്കാരത്തേക്ക് എനിക്കെതിരെ ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കാം. മാത്രമല്ല ഡിഫമേഷൻ മാത്രമല്ല വേറെ സെക്ഷനിലെ കേസ് കൊടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ ഇവർക്കൊരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം പറയല്ല, ഞാൻ ആ ബാങ്കിന്റെ പേര് പറഞ്ഞു. ആ ബാങ്ക് അക്കൗണ്ടിന്റെ ആ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരുടെയും പേര് പറഞ്ഞു. ആ ബാങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞു. ആ ബാങ്കിന്റെ ഏത് കാലഘട്ടത്തിൽ മുതൽ ഏത് കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ആ ബാങ്ക് എന്ന് പറഞ്ഞു. 2020 ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. അതിനെ മാത്രമല്ല ആ അക്കൗണ്ടിലേക്ക് വന്ന പണം ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അത് കൂടാതെ അവിടെ നിന്നും പണം ഏതൊക്കെ അക്കൗണ്ടിലേക്ക് ഏതൊക്കെ രാജ്യത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതലൊക്കെ ഒരു പാവം ഷോൺ ജോർജിന് എങ്ങനെയാണ് റജി സാർ ഇതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയുക? ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പുറത്തു പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് പോയി എനിക്ക് എന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഞാനിപ്പോ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇന്ന് പ്രദർശിപ്പിച്ചു എന്നിരിക്കട്ടെ. ഷോണിന്റെ കയ്യിലിരിക്കുന്ന ഒരു വെള്ള പേപ്പറിന് എന്ത് ആധികാരികതയാണ് ഇതേ സഖാക്കന്മാർ ഇവിടെ വന്നിട്ട് ചോദിക്കും. അത് തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് സർക്കാർ തന്നെ ഔദ്യോഗികമായി അന്വേഷണത്തിന്റെ ഭാഗമായി അവിടുത്തെ സർക്കാർ വഴി മാത്രമേ ആ ബാങ്കിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമേ ഇത് തുടക്കം മുതലേ ഞാൻ ഭയപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു വന്നു കഴിയുമ്പോൾ ആ അക്കൗണ്ട് ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുവോ, അത് ഡിലീറ്റ് ചെയ്യപ്പെടുവോ എന്നൊക്കെ 100% അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഞാനിത് പബ്ലിക്കിലെത്തിക്കാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഞാനിത് പുറത്തു പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. ഞാൻ സ്വാഭാവികമായും ഈ രണ്ട് പെറ്റീഷന്, ഒന്ന് SFIക്കും EDക്കും കൊടുത്തതിന് ശേഷം എന്റെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ അഡീഷണൽ ഡോക്യുമെന്റും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞാൻ ഈ ഡോക്യുമെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ. ഈ ഹൈക്കോടതിയിൽ കൊടുത്ത ഡോക്യുമെന്റ്സിൽ ആ ഡോക്യുമെന്റ്സ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പിന്നെ അവതരിപ്പിക്കാതിരുന്നതാണോ? എന്തെങ്കിലും തെളിവുകൾ അതിൻ്റെ രഹസ്യ സ്വഭാവം അങ്ങനെ നിലനിർത്തണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണോ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറയാത്തത്? കോടതിക്ക് നിങ്ങൾ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ? ഞാൻ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുടെയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിട്ടില്ലല്ലോ. കാരണം എനിക്ക് അതിന് പരിമിതിയുണ്ട്. ഒരു അന്വേഷണത്തിൽ വാർത്താ പ്രാധാന്യത്തിനപ്പുറം അന്വേഷണം എവിടം വരെ എത്തണം എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. അതല്ലാതെ എനിക്ക് ഒരു ദിവസത്തെ ഫ്ലാഷ് ന്യൂസിന് വേണ്ടി എനിക്കിതെല്ലാം കൂടെ ചെയ്യാൻ കഴിയില്ല. ഈ അന്വേഷണം എത്തേണ്ടിടത്ത് എത്തണം. ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ പൊള്ളയെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്തവ്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഖാവിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാം. അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൻ സഖാവ് പിണറായി വിജയന്റെ മകൻ ജോലി ചെയ്യുന്നതും ഇതേ ബാങ്കിൽ തന്നെയാണ്. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് അങ്ങയുടെ അറിവിലേക്ക് പറയുന്നത്. ഷോണെ, ഈ റിലയബിൾ സോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ തരാമോ? മലയാളിയാണോ, ഇന്ത്യക്കാരനാണോ, പാർട്ടിക്കാരനാണോ? ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ മലയാളികളുണ്ട്. അവർക്കും സമാധാനമായി ജീവിക്കണ്ടേ? ഷോൺ ജോർജിനെ പോലെ പൊതുപ്രവർത്തകനായി പബ്ലിക്കിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളല്ല പലരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ സമാധാനം സ്വസ്ഥമായി ജീവിക്കണ്ടേ? ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലേ ഇവര്. അതുകൊണ്ട് തന്നെ എനിക്കും എന്റെ സോഴ്സുകൾ അങ്ങനെ വിലപ്പെടുത്തിയാൽ അവരുടെ ജീവനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. ഇത് കൂടുതൽ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുകയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, സംശയമുണ്ടെങ്കിൽ സഖാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി മകനോട് തന്നെ ചോദിച്ചാൽ മതി. അദ്ദേഹം ജോലി ചെയ്യുന്ന ബാങ്കാണത്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ജോലി ചെയ്യുന്നത്. ആ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല, പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇവിടെ പറയുന്നു, അങ്ങയുടെ അറിവിലേക്ക് പറയുന്നു, അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്ന ബാങ്കാണത്. എന്തായാലും ഷോണ് കബളിപ്പിക്കപ്പെടില്ല എന്ന് 100% ഉറപ്പുണ്ട്. നാളെ ഇത് തിരിച്ചടിക്കില്ല, ബൂമറാങ് ആവില്ല. അങ്ങനെ കബളിപ്പിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്ന ഒരാളാണ് ഞാനെന്ന് അന്വേഷണം തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷേ ചുറ്റിലും ശത്രുക്കളുണ്ട്. അത് മാത്രമല്ല, റെജി നേരത്തെ പറയാണ്ടില്ലേ, പല ആരോപണങ്ങൾ ഉന്നയിച്ചു, ചില രേഖകളൊക്കെ മുന്നോട്ട് വെച്ചു, എന്നിട്ട് എന്തായി എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായി നോക്കൂ സ്വാഭാവികമായിട്ട് നോക്കൂ ഷോണെ, എനക്കറിയില്ല ഈ കൈകൾ ശുദ്ധമാണെന്നൊക്കെയുള്ള പ്രസ്താവന വരും ചിലപ്പോൾ നാളെ. മാത്രമല്ല, എൻ്റെ മകളുടെ ബിസിനസിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാറില്ല എന്നൊക്കെ ഒരു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ് എന്ന് വരാം. അല്ല, ഞാൻ തീർത്ത് പറയാമല്ലോ, ഞാൻ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതെങ്കിലും രേഖകൾ, ഏതെങ്കിലും ഒരു രേഖ ഫേക്ക് ആണെന്നോ
അതിലേതെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നോ ലോകത്ത് ഇന്ന് വരെയും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരള ഹൈക്കോടതിയിൽ 3 കേസ്, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ 1 കേസ്, ഡൽഹി ഹൈക്കോടതിയിൽ നാളെ ആ കേസും ഡൽഹി ഹൈക്കോടതി നാളെ കേസ് പരിഗണിക്കുകയാണ്. ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ ആ കേസിന് നാളെ കക്ഷി ചേരുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ EDയുടെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഷോൺ ജോർജും നടത്തിയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി അവർ സമീപിച്ചത്. സ്വാഭാവികമായിട്ട് എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ എനിക്ക് ആ കേസിൽ കക്ഷി ചേരേണ്ടതായിട്ടുണ്ട്. നാളെ 30-ാം തീയതി ഡൽഹി ഹൈക്കോടതി ഇവിടെ കേസ് പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ഡൽഹി ഹൈക്കോടതിയിലും ആ കേസ് പരിഗണിക്കുന്നുണ്ട്. ഞാൻ ആ കേസിൽ കക്ഷി ചേരുകയാണ്. അപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ അധ്വാനിച്ച് തന്നെയാണ് ഈ കേസിന് പുറകെ നടക്കുന്നത്. ചുമ്മാ എനിക്കൊരു സുപ്രഭാതത്തിൽ ഉറക്കത്തിൽ തോന്നിയ കാര്യം കൊണ്ടല്ല ഞാൻ ഈ കേസുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ജോണേ, SFIയുടെയും അതുപോലെ EDയുടെയും അന്വേഷണം എവിടെ വരെ എത്തി? SFIയുടെ അന്വേഷണം 4 മാസം കാലം കൂടെ ഇനി കാലാവധിയുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അന്വേഷണം ഈ എരിവും പൊളിയും ഒന്നും ഇല്ലാത്ത ഒരു അന്വേഷണമാണ് SFIയുടെ. അതുകൊണ്ട് തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൈയടിക്കാനുള്ള കാര്യങ്ങളൊന്നും SFIയുടെ അന്വേഷണത്തിൽ ഉണ്ടാകില്ല. പക്ഷേ അന്വേഷണം അവസാനിക്കുമ്പോൾ കൃത്യമായി നടപടികളിലേക്ക് പോകുമെന്ന് ഞാൻ ഉറച്ച് SFIയിൽ വിശ്വസിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം. അല്ല ഷോണ, ഒരു കാര്യം കൂടി, ഈ എക്സാലോജിക് ഒരു ഷെൽ കമ്പനിയാണ്, കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഷോൺ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ മുഖ്യപ്രതി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്, അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. അല്ല, പിണറായി വിജയൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, വീണ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കോ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും വ്യക്തിവിരോധം ഉണ്ടോ? ഞാൻ ഇന്ന് വരെ, ഞാൻ ഈ നിമിഷം വരെയും വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ പറയട്ടെ, എനിക്ക് ആ വ്യക്തിയോട് ഒരു വ്യക്തിവിരോധമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അധികാര ദുർവിനിയോഗം നടത്തിയത് കൊണ്ട് മാത്രമാണ് വീണ എന്ന പേര് പോലും നമ്മൾ ഉച്ചരിക്കുന്നത്, അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവികളുമാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് വിഷയമായിട്ടുള്ളത്. ഈ SNC ലാവലിനും PWCയും എന്തിനായിരിക്കും കോടികൾ ഇങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നത്? അത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കുമോ? PWC 2018 ഡിസംബർ 1-നാണ് PWC സംസ്ഥാന സർക്കാരുമായിട്ടുള്ള എഗ്രിമെന്റ് ഒപ്പിടുന്നത്. 2020 മാർച്ച് മാസം 30-ാം തീയതിയാണ് PWCയുടെ ടെർമിനേറ്റ്, അതായത് സ്വപ്ന സുരേഷിന്റെ വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ആ എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യുന്നത്. മറ്റേ ജയ്ക്ക് ബാലഗോപാൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിനെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ ആധികാരികമായി ശ്രീ സന്ദീപ് വാര്യർ പറയും. ആ വിഷയത്തിൽ കൃത്യമായി ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ദുബായിൽ ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. പിന്നെ SNC ലാവലിനെ സംബന്ധിച്ച്, SNC ലാവലിന്റെ ഒരു സബ്സിഡറി കമ്പനി, അദ്ദേഹം ഇവിടെ സന്ദീപ് വാര്യർ ആ വിഷയം പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചാണ്, അതിനേക്കാൾ കൂടുതൽ ആധികാരികമായി അദ്ദേഹം പറയും. ആ സബ്സിഡറി കമ്പനി ഇവിടെ ലോകം മുഴുവൻ 6% പലിശയ്ക്ക് പണം ലഭിക്കുമ്പോൾ 9.14% പലിശയ്ക്ക് പണം പലിശയ്ക്ക് എടുത്തെങ്കിൽ അതിന്റെ ബാക്കി വന്ന 2-3% കമ്മീഷനായി ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. അത് സർക്കാരിലല്ല വന്നിട്ടുള്ളത്, ചില വ്യക്തികളുടെ അടുത്തോട്ടാണെന്നുള്ളതാണ് ഈ 2 കമ്പനികളെയും എടുത്തു പറയാനുള്ള കാര്യം. യെസ്, കൂടുതലൊന്നും പറയാനില്ലല്ലോ ഷോൺ, അല്ലേ? തുടരുന്നുണ്ടോ? യെസ്, വളരെയധികം നന്ദി ഷോൺ ജോർജ്, ഇത്രയും സമയം ചെലവഴിച്ചതിന്.